പാസീവ് വാട്ടർ അബ്സോർപ്ഷനിലെ മൂന്നാമത്തെ ഫിസിക്കൽ പ്രോസസ്സാണ് ഓസ്മോസിസ്. വാട്ട് ഈസ് ഓസ്മോസിസ്? ഇറ്റ് ഈസ് ദ ഡിഫ്യൂഷൻ ഓഫ് solvent molecules from a hypotonic solution to a hypertonic solution through a semi-permeable membrane. ഒരു സെമി-പെർമിയബിൾ മെംബ്രെയിൻ്റെ ഉള്ളിലൂടെ ഹൈപ്പോട്ടോണിക് സൊല്യൂഷന് ഹൈപ്പർടോണിക് സൊല്യൂഷനിലേക്കുള്ള സോൾവെന്റിന്റെ മാത്രം ഡിഫ്യൂഷനെയാണ് ഓസ്മോസിസ് എന്ന് പറയാം. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ സോൾവെന്റ് മോളിക്യൂൾസ് മാത്രമേ ഓസ്മോസിസ് എന്നുള്ള ഒരു പ്രോസസ്സ് വഴി ഡിഫ്യൂസ് ചെയ്യുള്ളൂ. ആൻഡ് എവിടുന്ന് എങ്ങോട്ടാണ് ഡിഫ്യൂഷൻ? ഹൈപ്പോട്ടോണിക് സൊല്യൂഷന് ഹൈപ്പർടോണിക് സൊല്യൂഷനിലേക്ക്, അതായത് കോൺസെൻട്രേഷൻ കുറഞ്ഞ റീജിയന് കോൺസെൻട്രേഷൻ കൂടിയ റീജിയനിലേക്കാണ്. സോ ചുരുക്കി പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തുനിന്ന് കൂടിയ സ്ഥലത്തേക്ക് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഉള്ളിലൂടെയുള്ള സോൾവെന്റിന്റെ മാത്രം ഡിഫ്യൂഷനെയാണ് ഓസ്മോസിസ് എന്ന് പറയാം. സോ ഇതിന് ഡിഫ്യൂഷനായിട്ടുള്ള ഡിഫറൻസ് എന്താ? ഡിഫ്യൂഷനിൽ ഏതൊരു മോളിക്യൂളും അതിന്റെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയാം. പക്ഷെ ഓസ്മോസിസ് അതിന്ന് ഡിഫറെന്റ് ആണ്. സോൾവെന്റ് മാത്രമേ മൂവ് ചെയ്യൂ. ഹൈപ്പോട്ടോണിക് നിന്ന് ഹൈപ്പർടോണിക്കിലേക്കാണ്. സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഉള്ളിലൂടെയാണ്. ഇവിടെ നമ്മൾ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിന്ന് ഓസ്മോസിസ് ക്ലിയർ ആവും. ഫസ്റ്റ് പിക്ചറിലേക്ക് നോക്കാം. ഇതാണ് കോൺസെൻട്രേഷൻ കുറഞ്ഞ റീജിയൻ, അതായത് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറവാണ്. ഇതാണ് ഹൈപ്പർടോണിക് റീജിയൻ. ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുതലാണ്. സോ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഡിഫറെന്റ് കോൺസെൻട്രേഷനിലുള്ള സൊല്യൂഷൻ ആണ്. സോ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിന് അതിന്റെ ഇടയിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എങ്ങനെയാണ് ഓസ്മോസിസ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞ റീജിയൻ ഇതാണ്. ഇവിടെ നിന്ന് സോൾവെന്റ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്യും, അതായത് കോൺസെൻട്രേഷൻ കൂടിയ ഹൈപ്പർടോണിക് റീജിയനിലേക്ക് ത്രൂ ദിസ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. സോ ഇങ്ങനെ കോൺസെൻട്രേഷൻ കുറഞ്ഞ റീജിയന് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്തേക്ക് സോൾവെന്റ് മോളിക്യൂൾസ് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഉള്ളിലൂടെ മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓസ്മോസിസ് എന്ന് പറയാം. അപ്പൊ എത്ര സമയം ഇങ്ങനെ ഡിഫ്യൂഷൻ ഓഫ് സോൾവെന്റ് മോളിക്യൂൾ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വരെ. രണ്ട് സൈഡിലും സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ രണ്ട് സൈഡിലുള്ള സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ആവുന്നത് വരെ ഡിഫ്യൂഷൻ നടക്കും. അപ്പൊ ഇവിടെ ഈ രണ്ടാമത്തെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഇപ്പോൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെയാണ്. അതുവരെയാണ് ഓസ്മോസിസ് നടക്കുക. വൺസ് ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? അവിടെ സ്റ്റോപ്പ് ചെയ്യും. സോ നെക്സ്റ്റ് ഇനി നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് പ്ലാന്റ് സെല്ലിൽ ഓസ്മോസിസ് എന്നുള്ള ഒരു പ്രോസസ്സ് വാട്ടർ അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ്. ഇൻ പ്ലാന്റ് സെൽസ് ഓൺലി സോൾവെന്റ് ഇൻവോൾവ്ഡ് ഈസ് വാട്ടർ. ഒരു പ്ലാന്റ് ബോഡിയിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരേ ഒരു സോൾവെന്റ് എന്ന് പറഞ്ഞത് വാട്ടർ ആണ്. വാട്ടർ ക്യാൻ മൂവ് ഫ്രം സോയിൽ ടു റൂട്ട് സെൽസ്. ഫസ്റ്റ് പ്രോസസ് ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞത് സോയിൽ നിന്ന് റൂട്ട് ഹെയർ വഴി റൂട്ട് വാട്ടറിനെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫ്രം വൺ സെൽ ടു അനദർ സെൽ, അതായത് റൂട്ട് സെല്ലിൽ നിന്ന് പിന്നീട് സ്റ്റെം സെല്ലിലേക്ക്, ദെൻ സ്റ്റെം സെല്ലിൽ നിന്ന് പിന്നീട് ലീഫ് സെല്ലിലേക്ക്, അല്ലെങ്കിൽ റൂട്ട് എപ്പിഡെർമിസിന്റെ എക്സ്റ്റൻഷൻ ആണല്ലോ റൂട്ട് ഹെയർ. സോ റൂട്ട് ഹെയറിന് അതിന്റെ തൊട്ട് അപ്പുറത്തുള്ള ഹൈപ്പോഡെർമൽ സെല്ലിലേക്ക് അല്ലെങ്കിൽ കോർട്ടിക്കൽ സെല്ലിലേക്ക്, ഇങ്ങനെ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് വാട്ടർ എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക. അപ്പോൾ ഈ പ്രോസസ് ഒക്കെ നടക്കുന്നത് ഏതൊക്കെ പ്രോസസ്സ്? സോയിൽ നിന്ന് റൂട്ട് ഹെയർ വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നതും അതുപോലെ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് വാട്ടർ മൂവ് ചെയ്യുന്നതും ഓസ്മോസിസ് വഴിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ
വാട്ടർ മൂവ് ചെയ്യുന്നത് ഓസ്മോസിസ് വഴിയാന്ന് പറയാൻ കാരണം? മൂവ്മെന്റ് ഓഫ് വാട്ടർ ഓസ്മോസിസ് വഴിയാണ് എന്ന് പറയാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്. About 70% of water in mature plant cell is vacuolar. It can move across tonoplast, plasma membrane, etc. അപ്പോൾ ഒരു സെല്ലിൽ നിന്ന് തൊട്ടടുത്ത സെല്ലിലേക്ക് വാട്ടർ മൂവ് ചെയ്യുമ്പം ആ രണ്ട് സെല്ലിന്റെയും പ്ലാസ്മ മെംബ്രെയിനെ അത് ക്രോസ് ചെയ്യണം. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യലി പെർമിയബിൾ ആണ്. ഇങ്ങനെ ഒരു സെല്ലിൽ നിന്ന് ഒരു സെല്ലിലേക്ക് വാട്ടർ മൂവ് ചെയ്ത് സെല്ല് യൂഷ്വലി വാട്ടറിനെ സ്റ്റോർ ചെയ്യുന്നത് വാക്യൂളിലാണ്. വാക്യൂളിന്റെ മെംബ്രെയിനെയാണ് നമ്മൾ ടോണോപ്ലാസ്റ്റ് മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദിസ് ടോണോപ്ലാസ്റ്റ് ഈസ് സെമി പെർമിയബിൾ. സോ ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് വാട്ടർ മൂവ് ചെയ്യുന്ന സമയത്ത് 70% ഓഫ് വാട്ടർ വാക്യൂളിൽ സ്റ്റോർ ചെയ്തതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യേണ്ടി വരും? ടോണോപ്ലാസ്റ്റിനെ ക്രോസ് ചെയ്യേണ്ടി വരും. സോ ടോണോപ്ലാസ്റ്റ് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയതുകൊണ്ട് തന്നെ ഏതൊരു വാട്ടർ മൂവ്മെന്റിന്റെ സമയത്തും ഓസ്മോസിസ് എന്നുള്ള ഒരു പ്രോസസ്സാണ് നടക്കുക. കാരണം എന്താ? സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ടുള്ള ടോണോപ്ലാസ്റ്റിനെ അതിന് ക്രോസ് ചെയ്യണം. സോ അതാണ് പാസീവ് വാട്ടർ അബ്സോർപ്ഷനിലെ മൂന്നാമത്തെ ഫിസിക്കൽ പ്രോസസ് ആയിട്ടുള്ള ഓസ്മോസിസ് വാട്ടർ അബ്സോർപ്ഷനിൽ മേജർ റോള് വഹിക്കാനുള്ള കാരണം. നെക്സ്റ്റ്, ഓസ്മോസിസ് എന്നുള്ള ഒരു പ്രോസസ്സിനെ, ഒരു ഫിസിക്കൽ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് ടോണിസിറ്റി, അതുപോലെ തന്നെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓസ്മോസിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ് ടോണിസിറ്റി, എന്താണ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ നമുക്കറിയണം. ടോണിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിലേറ്റീവ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷനെയാണ് ടോണിസിറ്റി എന്ന് പറയാം. സോ ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ ആയിരിക്കും ടോണിസിറ്റി കൂടുതൽ കമ്പയർഡ് ടു ഹൈപ്പോടോണിക് സൊല്യൂഷൻ. ദെൻ രണ്ടാമത് ഓസ്മോസിസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ ആണ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഓർ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞത്. രണ്ടും ഒന്ന് തന്നെയാണ്, സിനോണിംസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ എന്താ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ that draws water into a more concentrated solution from a less concentrated solution. Osmotic potential എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ, അതായത് ഹൈപ്പർ ടോണിക് സൊല്യൂഷനിൽ ഉണ്ടാവുന്ന ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ്. ആ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കാരണം തൊട്ടടുത്തുള്ള ഹൈപ്പോടോണിക് സൊല്യൂഷന് അതെന്ത് ചെയ്യും? വാട്ടർ ഡ്രോ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഹൈപ്പർ ടോണിക് സൊല്യൂഷന് തൊട്ടിപ്പുറത്തുള്ള ഹൈപ്പോടോണിക് സൊല്യൂഷന് വാട്ടറിനെ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത്. സോ ഇതിൽ നിന്ന് ഒരു കാര്യം അണ്ടർസ്റ്റുഡ് ആണ്, ടോണിസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഓർ ഓസ്മോട്ടിക് പ്രഷർ. കാരണം എന്താ? ടോണിസിറ്റി കൂടുമ്പോഴാണ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുക, അല്ലേ? കാരണം ടോണിസിറ്റി എന്ന് പറഞ്ഞത് ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷനാണ്. സോ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുക എന്ന് പറഞ്ഞത് ടോണിസിറ്റി കൂടുക എന്നാണ്. സോ ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് അത് ഹൈപ്പർ ടോണിക് ആവുക. ആ ഹൈപ്പർ ടോണിക് സൊല്യൂഷനിൽ ഉണ്ടാവുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ് ഓസ്മോട്ടിക് പ്രഷർ. അതിന്റെ ഫലമായിട്ടാണ് തൊട്ടിപ്പുറത്തെ സെല്ലിൽ നിന്ന് വാട്ടർ ഡ്രോ ചെയ്യുന്നത്, തൊട്ടിപ്പുറത്തെ ഹൈപ്പോടോണിക് സൊല്യൂഷന് വാട്ടർ ഡ്രോ ചെയ്യുന്നത്. സോ ടോണിസിറ്റി കൂടുമ്പോൾ ഓസ്മോട്ടിക് പൊട്ടൻഷ്യലും കൂടും, ടോണിസിറ്റി കുറയുമ്പം ഓസ്മോട്ടിക് പൊട്ടൻഷ്യലും കുറയും. അതുകൊണ്ടാണ് പറഞ്ഞത് ടോണിസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ. സോ ഓസ്മോട്ടിക് ഫ്ലോ ഓഫ് വാട്ടറിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? Osmotic flow of water occurs always from lower tonicity to higher tonicity or higher
ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ടു ലോവർ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ. അതായത് ലോ ടോണിസിറ്റി ഉള്ള സൊല്യൂഷന് ഹൈ ടോണിസിറ്റി ഉള്ള സൊല്യൂഷനിലേക്കാണ് ഓസ്മോസിസ് നടക്കുക. ചുരുക്കി പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടിയ സ്ഥലത്തേക്കാണ് ഓസ്മോട്ടിക് ഫ്ലോ നടക്കുക. അല്ലെങ്കിൽ ഹൈപ്പോടോണിക് സൊല്യൂഷന് ഹൈപ്പർ ടോണിക് സൊല്യൂഷനിലേക്കാണ് ഓസ്മോട്ടിക് ഫ്ലോ നടക്കുക. സോ ഹയർ ദ ടോണിസിറ്റി ഹയർ വുഡ് ബി ഇറ്റ്സ് ഒ പി. നമ്മൾ ഓൾറെഡി പറഞ്ഞു ടോണിസിറ്റി കൂടുമ്പോഴാണ് ഒ പി കൂടുക. ഒ പി ഓഫ് എ ഹൈപ്പർടോണിക് സൊല്യൂഷൻ വിൽ ബി ഹയർ ദാൻ ദാറ്റ് ഓഫ് ഹൈപ്പോടോണിക് സൊല്യൂഷൻ. ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആണ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുതൽ ഉണ്ടായിരിക്കുക കമ്പയർഡ് ടു ഹൈപ്പോടോണിക് സൊല്യൂഷൻ. ഓസ്മോട്ടിക് ഫ്ലോ ഓഫ് വാട്ടർ ഓൾവേസ് occur from lower to higher tonicity or osmotic potential. ഈ 3 പോയിന്റ്സ് നമ്മൾ ഓൾറെഡി മുകളിലത്തെ ടോണിസിറ്റിയും ഓസ്മോട്ടിക് പൊട്ടൻഷ്യലും പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ഓസ്മോസിസ്. എന്തൊക്കെയാണ് ഒരു പ്ലാന്റ് സെല്ലിൽ ഓസ്മോസിസിന്റെ സിഗ്നിഫിക്കൻസ് എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ മേജർ മെക്കാനിസം ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ. പാസീവ് വാട്ടർ അബ്സോർപ്ഷനിൽ ഇംബൈബിഷൻ എന്നുള്ള പ്രോസസ്സും അതുപോലെ ഡിഫ്യൂഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓസ്മോസിസ് വഴിയാണ് മേജർ ആയിട്ടും വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നത്. സോ മേജർ മെക്കാനിസം ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞത് ഓസ്മോസിസ് ആണ്. അതിന് കാരണം ഓരോ സെല്ലിലും അബ്സോർപ്ഷൻ നടക്കുമ്പോൾ അതിന്റെ ടോണോപ്ലാസ്റ്റ് മെംബ്രെയിൻ ക്രോസ് ചെയ്യണം. സോ ഓരോന്നും ഒരു ഓസ്മോട്ടിക് പ്രോസസ് ആണ്. Then bring about cell to cell water movement. അതായത് ഒരു സെല്ലിൽ നിന്ന് തൊട്ടടുത്ത സെല്ലിലേക്ക് വാട്ടർ മൂവ് ചെയ്യുമ്പോൾ ഓസ്മോസിസ് എന്നുള്ള ഒരു പ്രോസസ് നടക്കും. അത് റൂട്ട് ഹെയർ സെല്ലിൽ നിന്ന് കോർട്ടിക്കൽ സെല്ലിലേക്കായാലും റൂട്ട് സെല്ലിൽ നിന്ന് സ്റ്റെം സെല്ലിലേക്കായാലും ഒരു സെല്ലിൽ നിന്ന് തൊട്ടടുത്ത സെല്ലിലേക്ക് വാട്ടർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ത്രൂ ഓസ്മോസിസ് ആയിരിക്കും. മെയിൻറ്റെയിൻ ടർജിഡിറ്റി ആൻഡ് ഷേപ്പ്. പ്ലാന്റിന്റെ ടർജിഡിറ്റിയും അതുപോലെ ഷേപ്പും ഡിറ്റർമിൻ ചെയ്യുന്നത് ഓസ്മോസിസ് ആണ്. കാരണം ഓസ്മോസിസ് എന്നുള്ള ഒരു പ്രോസസ്സ് ഹൈപ്പോടോണിക് സൊല്യൂഷന് ഹൈപ്പർടോണിക് സൊല്യൂഷനിലേക്കുള്ള സോൾവെന്റിന്റെ മൂവ്മെന്റ് ആണ്. സോ അതാണ് ഒരു പ്ലാന്റ് ടർജിഡ് ആയിട്ട് നിൽക്കാനും അതുപോലെ അതിന്റെ ഷേപ്പും മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ഇൻഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദ മൂവ്മെന്റ് ഓഫ് ഓർഗൻസ്. അപ്പൊ നമ്മൾ തൊട്ടാവാടിനെ തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വാടിപ്പോവും. സോ വാടിപ്പോവാൻ കാരണം വാട്ടർ പെട്ടെന്ന് അതിന്റെ പൾവിനസ് റീജിയനിലേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ്. ആ പ്രോസസ്സിന് സീസ്മോനാസ്റ്റി എന്നാ പറയാ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ അവിടെ നടക്കുന്നത് ലീഫ് സെൽസ് നിന്ന് പൾവിനസ് റീജിയനിലേക്ക് വാട്ടർ പെട്ടെന്ന് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഓരോ സെല്ലിൽ നിന്നും തൊട്ടടുത്ത സെല്ലിലേക്ക് വാട്ടർ മൂവ് ചെയ്യുമ്പോൾ ഓസ്മോസിസ് എന്നുള്ള ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. സോ ലീഫിന്റെ ഓരോ സെല്ലിലും ഓസ്മോസിസ് നടന്നാണ് അത് പൾവിനസ് റീജിയനിലേക്ക് എത്തുന്നത്. സോ പ്ലാന്റിന്റെ ഓർഗൻസിന്റെ മൂവ്മെന്റിനെ ഓസ്മോസിസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ പാസീവ് വാട്ടർ അബ്സോർപ്ഷന്റെ 3 ഫിസിക്കൽ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്തു. ഇംബൈബിഷൻ, ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ്. ഇനി നമുക്ക് ഒരു ജനറൽ ടോപ്പിക് പ്ലാസ്മോളിസിസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. Plasmolysis is the shrinkage of protoplast and vacuole and the detachment of plasma membrane from cell wall due to continuous exosmosis. Plasmolysis എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ ഡെഫിനിഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടോപ്ലാസ്റ്റും വാക്യൂളും എന്ത് ചെയ്യുക? ഷ്രിങ്ക് ചെയ്യുക. എന്നിട്ട് സെൽ വാളിൽ നിന്ന് പ്ലാസ്മ മെംബ്രെയിൻ ഡിറ്റാച്ച് ചെയ്യുക due to continuous exosmosis. Continuous exosmosisന്റെ ഫലമായിട്ട് സെൽ വാളിൽ നിന്ന് പ്ലാസ്മ മെംബ്രെയിൻ ഡിറ്റാച്ച് ചെയ്യുകയും വാക്യൂളും പ്രോട്ടോപ്ലാസ്റ്റും ഷ്രിങ്ക് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്ലാസ്മോളിസിസ് എന്ന് പറയാം. സോ പ്രോട്ടോപ്ലാസ്റ്റും വാക്യൂളും ഷ്രിങ്ക് ചെയ്യാനും അതുപോലെ തന്നെ സെൽ വാളിൽ നിന്ന് പ്ലാസ്മ മെംബ്രെയിൻ ഡിറ്റാച്ച് ചെയ്യാനുള്ള കാരണം എന്താണ്? കണ്ടിന്യൂസ് എക്സോസ്മോസിസ്. എപ്പോഴാ ഒരു സെല്ലിൽ കണ്ടിന്യൂസ് എക്സോസ്മോസിസ് നടക്കുക? നമ്മൾ ഒരു സെല്ലിനെ ഒരു ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? എക്സോസ്മോസിസ് എന്നുള്ള ഒരു പ്രോസസ് നടക്കും. സിമ്പിൾ ആയിട്ട് പറയാം, നമ്മൾ
ഒരു ഫ്രഷ് മാങ്ങനെ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ, നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ മാങ്ങ ചുളിഞ്ഞിട്ടുണ്ടാവും. അതിന് കാരണം എന്താ? എക്സോസ്മോസിസാ. നമ്മൾ ഉപ്പുവെള്ളത്തിലാണ് ഇട്ടത്. ഉപ്പുവെള്ളം എന്ന് പറയുന്നത് ഹൈപ്പർടോണിക് ആണ്. സോ മാങ്ങന്റെ സെല്ലിന്റെ ഉള്ളിൽ നിന്ന് എക്സോസ്മോസിസ് എന്നുള്ള ഒരു പ്രോസസ്സ് വഴി വാട്ടർ കണ്ടന്റ് എന്ത് ചെയ്യും? ഈ ഹൈപ്പർടോണിക് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യും. എക്സോസ്മോസിസ് എന്നുള്ള ഒരു പ്രോസസ്സ് വഴി. അതൊരു ഓസ്മോട്ടിക് പ്രോസസ് ആണ്, പക്ഷെ വാട്ടർ പുറത്തേക്ക് പോകുന്നതുകൊണ്ടാണ് എക്സോസ്മോസിസ് എന്ന് പറയുന്നത്. സോ സാധാരണ പ്ലാസ്മോളിസിസ് നടക്കുക ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സെല്ലിലാണ്. നമ്മൾ ഒരു സെല്ലിനെ ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ പ്ലേസ് ചെയ്താൽ കണ്ടിന്യൂസ് എക്സോസ്മോസിസ് വഴി അതിന്റെ പ്രോട്ടോപ്ലാസ്റ്റും അതുപോലെ തന്നെ വാക്യൂളും ഷ്രിങ്ക് ചെയ്യും. സെൽ വാളിൽ നിന്ന് പ്ലാസ്മ മെംബ്രെയിന് ഡിറ്റാച്ച് ചെയ്യും. സോ എക്സോസ്മോസിസ് നടക്കുക ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ പ്ലേസ് ചെയ്യുമ്പോഴാണ്. Then when a cell is placed in hypotonic solution, endosmosis occurs. നമ്മൾ ഫ്രഷ് വാട്ടറിലാണ് മാംഗോനെ പ്ലേസ് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യും? വാട്ടർ മാംഗോന്റെ ഉള്ളിലേക്കാണ് കയറുക, എൻഡോസ്മോസിസ് എന്നുള്ള പ്രോസസ്സ് വഴി. സോ നമ്മൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിലാണ് മാംഗോനെ ഇട്ട് വെച്ചതെങ്കിൽ എൻഡോസ്മോസിസ് എന്നുള്ള ഒരു പ്രോസസ്സാണ് നടക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് ഫ്രഷ് വാട്ടറിൽ ഇടുമ്പം എൻഡോസ്മോസിസ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സെല്ലിലും മെറ്റബോളിക് ആക്ടിവിറ്റി വഴി അതിന്റെ സെൽ കണ്ടന്റ് കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. സോ നമ്മൾ ഫ്രഷ് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ മാംഗോന്റെ സെല്ലിനെയും എക്സ്റ്റേണൽ സൊല്യൂഷനെയും കമ്പയർ ചെയ്യുമ്പോൾ മാംഗോ സെല്ലായിരിക്കും ഹൈപ്പർടോണിക്. സോ ഹൈപ്പോട്ടോണിക് ആയിട്ടുള്ള നമ്മളെ ഫ്രഷ് വാട്ടറിന് വാട്ടർ എന്ത് ചെയ്യും? മാംഗോ സെല്ലിലേക്ക് മൂവ് ചെയ്യും. Then വേറൊരു കണ്ടീഷൻ, when a cell is placed in isotonic solution, നമ്മൾ ഒരേ കോൺസെൻട്രേഷൻ സെമി പെർമിയബിൾ മെംബ്രെയിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേ കോൺസെൻട്രേഷൻ ആണെങ്കിൽ നോ നെറ്റ് ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ മേ ഒക്കർ. എന്ത് ചെയ്യൂല? വാട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല. അപ്പൊ ഈ മൂന്ന് കണ്ടീഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഹൈപ്പർടോണിക് ആണെങ്കിൽ എക്സോസ്മോസിസ്, ഹൈപ്പോട്ടോണിക് ആണെങ്കിൽ എൻഡോസ്മോസിസ്, ഐസോട്ടോണിക് ആണെങ്കിൽ നോ നെറ്റ് ഫ്ലോ. അപ്പം പ്ലാസ്മോളിസിസ് എന്നുള്ള ഒരു പ്രോസസ് നടക്കുക എപ്പോഴാ? ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ പ്ലേസ് ചെയ്യുമ്പോഴാണ്. എക്സോസ്മോസിസിന്റെ ഫലമായിട്ടാണ് അത് നടക്കുന്നത്. കണ്ടിന്യൂസ് എക്സോസ്മോസിസ് റിസൾട്ട്സ് ഇൻ ലോസ് ഓഫ് ടർഗർ ആൻഡ് കോസസ് ദ ശ്രിങ്കേജ് ഓഫ് വാക്യൂൾ. കണ്ടിന്യൂസ് എക്സോസ്മോസിസ് ആണ് പ്ലാസ്മോളിസിസിന് കാരണമാവുന്നത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സെല്ലിന്റെ ടർഗർ നഷ്ടപ്പെട്ട് വാക്യൂൾ എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും. അതുപോലെ തന്നെ പ്ലാസ്മ മെംബ്രെയിൻ ഗെറ്റ്സ് ഡിറ്റാച്ച്ഡ് ഫ്രം സെൽ വാൾ. സെൽ വാളിൽ നിന്ന് പ്ലാസ്മ മെംബ്രെയിൻ ഡിറ്റാച്ച് ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് പ്ലാസ്മോളിസിസ് എന്നുള്ള ഹെഡിങ്ങിൽ 3 ടേംസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇൻസിപ്പിയന്റ് പ്ലാസ്മോളിസിസ്, എവിഡന്റ് ഓർ കംപ്ലീറ്റ് പ്ലാസ്മോളിസിസ് ആൻഡ് ഡീപ്ലാസ്മോളിസിസ്. ഇൻസിപ്പിയന്റ് പ്ലാസ്മോളിസിസ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പ്ലാസ്മോളിസിസ് ആണ്, അറ്റ് വിച്ച് plasma membrane starts receding from cell wall. ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ പ്ലേസ് ചെയ്ത ഉടനെ പ്ലാസ്മോളിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്റ്റേജിനെയാണ് ഇൻസിപ്പിയന്റ് പ്ലാസ്മോളിസിസ് എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പ്ലാസ്മോളിസിസ് ആണ്. സെൽ വാളിൽ നിന്ന് പ്ലാസ്മ മെംബ്രെയിന് ഡിറ്റാച്ച് ചെയ്യാൻ തുടങ്ങുന്ന ആ സ്റ്റേജ്. എവിഡന്റ് ഓർ കംപ്ലീറ്റ് പ്ലാസ്മോളിസിസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേജ് ഓഫ് പ്ലാസ്മോളിസിസ് ആണ്, അറ്റ് വിച്ച് പ്രോട്ടോപ്ലാസ്റ്റ് ഹാസ് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ഫ്രം സെൽ വാൾ. സെൽ വാളിൽ നിന്ന് പ്രോട്ടോപ്ലാസ്റ്റ് കംപ്ലീറ്റ് ഡിറ്റാച്ച് ചെയ്തിട്ടുള്ള സ്റ്റേജിനെയാണ് എവിഡന്റ് ഓർ കംപ്ലീറ്റ് പ്ലാസ്മോളിസിസ് എന്ന് പറയാം. കംപ്ലീറ്റ് പ്ലാസ്മോളിസിസ് ലീഡ്സ് ടു ഫ്ലാസിഡിറ്റി ആൻഡ് അൾട്ടിമേറ്റ് ഡെത്ത് ഓഫ് സെൽ, thereby wilting and drooping of leaf and stem may occur. അപ്പോൾ ഒരു പ്ലാന്റ് സെല്ലിൽ അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ കംപ്ലീറ്റ് പ്ലാസ്മോളിസിസ് നടന്നു കഴിഞ്ഞാൽ ആ പ്ലാന്റ് എന്ത് ചെയ്യും? നശിച്ചു പോകും. When a plasmolized cell is placed in hypotonic solution, it may regain turgidity. Restoration of turgidity by endosmosis is called deplasmolysis. സിമ്പിൾ ആയിട്ട് നമ്മൾ ഡീപ്ലാസ്മോളിസിസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, പ്ലാസ്മോളൈസ്ഡ് സെല്ലിനെ നമ്മൾ വീണ്ടും ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡോസ്മോസിസ് നടക്കും. എന്താ പറഞ്ഞേ?
ഹൈപ്പർടോണിക് സൊല്യൂഷനിലിട്ട് എക്സോസ്മോസിസ് വഴി പ്ലാസ്മോളിസിസ് നടന്ന ഒരു സെല്ലിനെ എടുത്തിട്ട് ഹൈപ്പോടോണിക് സൊല്യൂഷനിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡോസ്മോസിസ് തന്നെ നടക്കും. സോ ആ സെല്ലിൽ ടേർജിഡിറ്റി റീഗെയിൻ ചെയ്യും. ആ പ്രോസസ്സിനെയാണ് ഡീപ്ലാസ്മോളിസിസ് എന്ന് പറയാം. അതായത് പ്ലാസ്മോളിസിസ് എന്നുള്ള ആ ഒരു പ്രോസസ്സ് റിവേഴ്സ് ചെയ്യുക, അതിനെയാണ് ഡീപ്ലാസ്മോളിസിസ് എന്ന് പറയാം. നെക്സ്റ്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് പ്ലാസ്മോളിസിസ്. പ്ലാസ്മോളിസിസ് എന്നുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ് സിഗ്നിഫിക്കൻ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിക്കിൾ, ഫിഷ് ആൻഡ് മീറ്റ് ക്യാൻ ബി പ്രിസർവ്ഡ് ബൈ സോൾട്ടിങ്. പിക്കിൾസ്, അതുപോലെ മീറ്റ്, ഫിഷ് ഒക്കെ നമുക്ക് കൂടുതൽ സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കാലം പ്രിസർവ് ചെയ്യാൻ പറ്റും. സോ സാൾട്ടിങ് എന്നുള്ള ഒരു പ്രോസസ്സിലൂടെ നമ്മൾ പ്ലാസ്മോളിസിസ് എന്നുള്ള ആ ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ പ്ലാസ്മോളിസിസ് എന്നുള്ള ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. എക്സ്റ്റേർണലി നമ്മൾ ഒരുപാട് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോൾട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിക്കിൾ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ കണ്ടന്റ് എന്ത് ചെയ്യും, മാക്സിമം അങ്ങ് പോവും. സോ എക്സ്റ്റേർണലി നല്ല സോൾട്ട് ഉള്ളത് കൊണ്ട് തന്നെ അത് കുറേ കാലം പ്രിസർവ് ചെയ്യാൻ പറ്റും. ജാംസ് ആൻഡ് ജെല്ലീസ് ക്യാൻ ബി പ്രിസർവ്ഡ് ബൈ സ്വീറ്റനിങ്. ജാംസും ജെല്ലീസ് ഒക്കെ നേരത്തെ നമ്മൾ സോൾട്ടിങ് പറഞ്ഞ പോലെ തന്നെ ഷുഗർ കൂട്ടി വെച്ചിട്ടാണ് അതിനെ പ്രിസർവ് ചെയ്യുന്നത്. സോ ജാംസും ജെല്ലീസ് ഒക്കെ സ്വീറ്റനിങ് വഴി നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. Then for killing weed in playcoats by spraying salt. വീഡ്സിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾട്ട് സ്പ്രേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ 3 സിഗ്നിഫിക്കൻസിലും പ്ലാസ്മോളിസിസ് എന്നുള്ള ഒരു പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത് എക്സ്റ്റേർണലി ഹൈപ്പർടോണിക് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാം.